ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലെ CSIR-ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം CSIR-ൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട 4 കോർ ടോപ്പിക്കുകളിലൊന്നാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. സോ നിങ്ങൾക്ക് CSIR-ന് നല്ലൊരു സ്കോർ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ JRF കിട്ടണമെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് EMT, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, റൈറ്റ്. സോ ഈ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ വർഷവും കൺസിസ്റ്റൻ്റ്ലി വരുന്നൊരു കാര്യമാണ് ഗോസ് ലോ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കൂളോംസ് ലോ, ഗോസ് ലോ, അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ ബേസിക്സ് തന്നെ കവർ ചെയ്യുന്ന ഈ 2 ടോപ്പിക്കുകൾ അല്ലേ. അതിൽ നിന്ന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഗോസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂളോംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വെച്ചിട്ടാണ്. നമുക്ക് കാണാം, കൺസിഡർ എ ചാർജ് Q at the origin of a 3-dimensional coordinate system. The flux of the electric field through the curved surface of a cone that has a height h and a circular base of radius r as shown in the figure is. Options എന്തൊക്കെയാണ്? A equal to Q by epsilon naught, B Q by 2 epsilon naught, HQ by R epsilon naught, QR by 2H epsilon naught. Now നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു കോൺ സർഫസ് ഉണ്ട്, അതിൻ്റെ മിഡിലായിട്ട് ഈ ഒരു സർക്കുലർ പ്ലെയിനിലായിട്ട് നമുക്കൊരു ചാർജ് Q ഉണ്ട്, ദെൻ ഹൈറ്റ് h ആണ്, റൈറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്? ഈ കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദ്യം, റൈറ്റ്. സോ നമുക്കറിയാം ഈ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പുറത്തോട്ട് എമിറ്റ് ചെയ്യല്ല, പുറത്തോട്ട് എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ദെൻ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കർവ്ഡ് സർഫസ് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, റൈറ്റ്. സോ അങ്ങനെ പോകുന്ന സമയത്തുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമുക്കിവിടെ എന്തായിരിക്കും ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ലോ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്, ഗോസ് ലോ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. എന്താ ഗോസ് ലോ പറയുന്നത്? ഫ്ലക്സ് അല്ലേ, ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ചാർജ്ഡ് സർഫസ് എന്ന്, ഒരു സർഫസ് എന്ന്, ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ഇതാണ് ഫ്ലക്സ് അല്ലേ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.dA, ഇതാണ് ഫ്ലക്സ്. ഈ ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് ഗോസ് ലോ പറയുന്നത്? ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് Q enclosed by epsilon naught ആണ്. Q enclosed by epsilon naught, ആ സർഫസിനകത്ത് ഇരിക്കുന്ന ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ epsilon naught ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിലും നമ്മളുടെ ചാർജിന് എന്ത് ചെയ്യുന്നില്ല, അത് ചാർജ് ആ സർഫസിൻ്റെ എഡ്ജിലാണ് ഇരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഒരു ഇമേജിനറി സർഫസ് എടുക്കണം. ഒരു സർഫസ് ഞാനിവിടെ സങ്കല്പിക്കുകയാണ്. വാട്ട് ഇഫ് ഈ മുകളിലുള്ള കോണിന് സിമെട്രിക്കലായിട്ട് അതേ ഷേപ്പിലും അതേ സൈസിലും എന്ത് ചെയ്യണം, ഇങ്ങനൊരു കോൺ ഉണ്ടായിരുന്നെങ്കിൽ ദെൻ ഈ ഒരു ഷേപ്പിൽ അല്ലേ, ഈ ഒരു ഷേപ്പിൻ്റെ മിഡിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ചാർജ് ഇരിക്കുന്നത്, Q ഇരിക്കുന്നത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്, ടോട്ടൽ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സിനെ ഞാൻ എന്ത് ചെയ്യാണ്, φ1 എന്ന് വിളിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. എന്താണ് φ1 എന്നാണ് ചോദ്യം അല്ലേ. ഈ അപ്പർ കോണിലൂടെയുള്ള സർഫസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദ്യം. താഴെയുള്ള ഫ്ലക്സിനെ ഞാൻ φ2 എന്നും വിളിക്കുകയാണ്. ഓക്കെ, ദെൻ മൊത്തം ഈ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, φ എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, φ എന്ന് പറയുന്നത് φ1 പ്ലസ് φ2 ആണെന്ന് പറയാൻ പറ്റും അല്ലേ. φ1 പ്ലസ് φ2 ആണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ സിമെട്രി കാരണം നമുക്ക് കാണാൻ പറ്റും φ1ഉം φ2 എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. കാരണം എന്താണ്, ഈ ചാർജിനെ സംബന്ധിച്ച് ഈ കോണും ഒരുപോലെ തന്നെയാണ് അല്ലേ. ഒന്ന് റിയൽ ആണ്, ഒന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. പക്ഷെ എന്താണ്, ഇങ്ങനൊരു കോൺ ഉണ്ടായിരുന്നെങ്കിൽ മുകളിലുള്ള ഫ്ലക്സ് എന്താണോ അത് തന്നെയാണ് താഴെ വരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, φ1 എന്ന് പറയുന്നത് എന്താണ്, φ2 തന്നെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ φ1 പ്ലസ് φ2 എന്ന് പറയുന്നത് എന്താണ്, φ1 പ്ലസ് φ1 തന്നെയാണ് അല്ലേ, വിച്ച് ഈസ് 2φ1 ആണ് അല്ലേ. സോ എനിക്കിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. φ എന്ന് പറയുന്നപ്പോൾ എന്താണ്, 2φ1 ആണ്. 2φ1 ഈക്വൽ ടു Q എൻക്ലോസ്ഡ് എത്രയാണ്, Q ആണ്. Q ഡിവൈഡഡ് ബൈ epsilon naught ആണ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ φ1 എന്ന് പറയുന്നത് എന്താണ്, Q ബൈ 2 epsilon naught ആണ്, റൈറ്റ്. സോ അതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ഫ്ലക്സ്, φ1 എത്രയാണ്, Q ബൈ 2 epsilon naught ആണ്, റൈറ്റ്. സോ നമ്മുടെ ആൻസർ എത്രയാണ്, Q ബൈ 2 epsilon naught. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 charges are located on the circumference of a circle of radius capital R
സോ ഈ റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ. As shown in the figure below, the two charges Q subtends an angle 90 degree. അല്ലേ, ഈ രണ്ട് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. At the center of the circle, the charge Q, the charge small q is symmetrically placed with respect to the charges Q. If the electric field at the center of the circle is 0, what is the magnitude of capital Q? എന്നാണ് ചോദ്യം. അതായത് ഈ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളിത് ചെയ്യാം? ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒബ്വിയസ്ലി ഏതാണ് ഉപയോഗിക്കേണ്ടത്? കൂളോംസ് ലോ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. 3 ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സം ആണ് സെൻട്രലുള്ള ഇലക്ട്രിക് ഫീൽഡ്, അത് 0 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ചാർജിനെ ജസ്റ്റ് 1 എന്ന് മാർക്ക് ചെയ്യുന്നു, ഇതിനെ 2 എന്ന് മാർക്ക് ചെയ്യുന്നു, ഇതിനെ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ Q1 എന്ന് പറയുന്ന ഈ ചാർജ്, ഫസ്റ്റ് ചാർജ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് സെൻട്രൽ എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം കൂളോംസ് ലോ പ്രകാരം ആ ചാർജ് എന്താണ്? ഇത് പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുക്കുകയാണ്. ഒരു അൺനോൺ ചാർജ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അതിനെന്ത് ചെയ്യുക? പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചാർജിന് ഈക്വൽ ടു നെഗറ്റീവ് വരുവാണെങ്കിൽ ദെൻ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടി? ആ ചാർജ് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ അൺനോൺ ചാർജിന് എപ്പോഴും എന്ത് ചെയ്യുക? പോസിറ്റീവ് ചാർജ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ഈ ക്യൂ കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കുമല്ലോ. സെൻട്രൽ അത് ചാർജ് നെവേ ആയിരിക്കുമല്ലോ. സോ അതിന് ഞാൻ E1 എന്ന് വിളിക്കും. സിമിലർലി ഈ ക്യൂ സെക്കൻഡ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഈ ലൈനിന് അലോങ് ആയിരിക്കുമല്ലോ. സോ അതിന് ഞാൻ E2 എന്ന് വിളിക്കുന്നു. ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ അതാണ് Q1ഉം Q2ഉം കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദെൻ ഈ സ്മോൾ ക്യൂ, അതായത് നമ്മുടെ തേർഡ് ചാർജ് കാരണം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ. സോ തേർഡ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ലൈൻ അലോങ് മുകളിലോട്ടായിരിക്കുമല്ലോ. അതിനെ ഞാൻ E3 എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ E1 പ്ലസ് E2 പ്ലസ് E3 ആണ് എന്ത്? 0 എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ഇത് വെക്ടേഴ്സ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം E1നെ E2നെ ആഡ് ചെയ്യാണ്. സോ വെക്ടർ E1ഉം വെക്ടർ E2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയിലാണ്. മാത്രമല്ല എനിക്ക് എന്ത് കാണാൻ പറ്റും? E1 വെക്ടർ എന്താണോ അത് തന്നെയാണ് E2 വെക്ടർ അല്ലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് സെയിം ചാർജസ് ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലേ. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? E1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് തന്നെയാണ് എന്ത്? E2ൻ്റെ മാഗ്നിറ്റ്യൂഡ്. റൈറ്റ്. നൗ എന്താണ് E1ൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ E2ൻ്റെ മാഗ്നിറ്റ്യൂഡ്? 1/4πε0 ഞാൻ K എന്ന് എടുക്കുകയാണ്. 1/4πε0 ഞാൻ K എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂളോംസ് ലോ പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? KQ/R² ആണ് അല്ലേ. KQ/R² ആണ്. സോ എനിക്ക് എന്ത് ഇവിടെ കൊടുക്കാം? KQ/R². ഓക്കെ, നൗ അത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. ആ രണ്ട് വെക്ടർ എന്താണ്? 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 90 ഡിഗ്രിയിലുള്ള രണ്ട് വെക്ടേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ സം ചെയ്യുക? 90 ഡിഗ്രിയിലുള്ള രണ്ട് വെക്ടേഴ്സിനെ അല്ലേ, E1 പ്ലസ് E2 എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? √of E1² പ്ലസ് E2² പ്ലസ് 2E1 E2 cos θ അല്ലേ. അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക. രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എയും വെക്ടർ ബിയും ഉണ്ട്. അത് തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ A പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? √of A² പ്ലസ് B² പ്ലസ് 2AB cos θ ആയിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ cos θ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ cos 90 എത്രയാണ്? ഈ ടേം എത്രയാണ്? അപ്പോൾ 0 ആണ് അല്ലേ. cos 90 0 ആണ്. ദെൻ E1ഉം E2ഉം സെയിം ആണ് അല്ലേ. സോ E1² പ്ലസ് E2² എന്ന് പറയുന്നത് എന്താണ്? E1² പ്ലസ് E1² ആണ്, വിച്ച് ഈസ് 2E1² ആണ്. സോ √of 2E1² എന്ത് വരും? √2 × E1 വരും. ഓക്കെ, സോ ഈ രണ്ട് വെക്ടറിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് എത്രയാണ്? √2E1 ആണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? 90 ഡിഗ്രിയിലുള്ള രണ്ട് ഈക്വൽ വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നേരെ താഴോട്ടായിരിക്കും അല്ലേ. ഇതിൻ്റെ മിഡിലൂടെ ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ആ റിസൾട്ടൻ്റ് എത്രയാണ്? √2E1 ആണ്. റൈറ്റ്. നൗ നോക്കുക, ഈ √2E1ഉം ഈ E3യുമാണ് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത് അല്ലേ. ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? അതിൻ്റെ റിസൾട്ടൻറ്റിനോട് കൂടെ E3 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് E3 മൈനസ് √2E1 എന്താണ്? 0 ആണ്. റൈറ്റ്. സോ E3 മൈനസ് √2E1 എന്താണ്? 0 ആണ് അല്ലേ. നൗ
എന്താണ് E3 അഗെയിൻ നമുക്കറിയാം ചാർജ് KQ ബൈ അല്ലേ KQ/r² ആണ്. സോ KQ/r² അല്ലേ. √2E1 എന്താണ് √2E1? -√2 KQ/r² ഈക്വൽ ടു 0. റൈറ്റ്. സോ കോമൺ ആയിട്ട് എന്തൊക്കെ കട്ട് ചെയ്ത് പോകും? K/r² കട്ട് ചെയ്ത് പോകും അല്ലേ. എന്താ ബാക്കി വരിക? Q - √2Q. Q - √2Q ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് മീൻസ് Q ഈക്വൽ ടു എന്ത് വരും? നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ആൻസർ? ക്യൂവിൻ്റെ സ്മോൾ ക്യൂവിൻ്റെ ടേംസിലാണ്. സോ ക്യാപിറ്റൽ Q അപ്പുറം പോയി കഴിഞ്ഞാൽ എന്ത് വരും? Q ഈക്വൽ ടു Q/√2 എന്ന ആൻസർ വരും. റൈറ്റ്. സോ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, Q/√2. റൈറ്റ്. അപ്പോൾ ഈ പ്രോബ്ലംസിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഞാൻ 3 വെക്ടേഴ്സ് എടുത്തു, 2 വെക്ടറുകൾ തമ്മിൽ ആഡ് ചെയ്തു, ദെൻ മൂന്നാമത്തെ വെക്ടർ ആഡ് ചെയ്തു, ദെൻ എനിക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടി Q/√2. ഓക്കെ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? Q/√2 അല്ലേ. നൗ സോ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ gives rise to a electric field of the form E equal to alpha 1 - e⁻⁻r/r r cap by r², where alpha and r are positive constants. The charge contained within a sphere of radius are centered at the origin എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? α/r² 1 - e⁻⁻r/r r cap. ഓക്കെ, ഞാനിതിനൊന്ന് വൃത്തിയിൽ എഴുതിയിരിക്കുകയാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ഒരു ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്ര എന്നാണ് ചോദ്യം. ഇതിനകത്തുള്ള ടോട്ടൽ ചാർജ് എത്ര? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ അല്ലേ. എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക? നമുക്കറിയാം എഗെയിൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഗോസ് ലോ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. ഗോസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തറിയാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.dA ഈക്വൽ ടു Q/ε0. ഈ Q എന്താണ്? ടോട്ടൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജാണ്. ഓക്കെ. നൗ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യുക? ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണെന്ന് എനിക്കറിയാം അല്ലേ. റേഡിയലി ഔട്ട്വേർഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇതായിരിക്കും ഈൻ്റെ ഡയറക്ഷൻ അല്ലേ. നമുക്ക് ഫ്ലക്സ് കാണേണ്ടത് ഈ സർഫസിലൂടെയാണ്, ഈ സ്ഫിയറിലൂടെയാണ് നമുക്ക് ഫ്ലക്സ് കാണേണ്ടത്. സോ ഞാനിവിടെ ഒരു ചെറിയ ഒരു ഏരിയ എലമെൻ്റ് എടുത്താൽ, ഒരു പാച്ച് എടുത്താൽ, ഈ ഏരിയ എലമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഏരിയ എലമെൻറ്റ് അല്ലേ. ഈ ഏരിയ എലമെൻറ്റിൻ്റെ വെക്ടർ എങ്ങോട്ടായിരിക്കും? ഈ ഏരിയ എലമെൻറ്റിൻ്റെ വെക്ടറും എങ്ങോട്ടായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് തന്നെയാണ് അല്ലേ. സോ ഈ ഏരിയ എലമെൻറ്റ് DA r cap ആണ്. റൈറ്റ്. നൗ എന്താണ് ഈ ഏരിയ എലമെൻറ്റ്? നിങ്ങൾക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം അല്ലേ. എന്തായിരിക്കും? DA r² sin θ dθ dφ ആണ്. ഓക്കെ, നമ്മൾ നോക്കിയാൽ DA ഈക്വൽ ടു എന്താണ്? r² sin θ dθ dφ അല്ലേ. അവിടെ എന്തില്ല? DR ഇല്ല. കാരണം എന്താ? ഇതൊരു ഏരിയ ആണ് അല്ലേ. സോ ഇതാണ് ആർ ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലുള്ള. ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്? ആർ ക്യാപ് ഡയറക്ഷനാണ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ആർ ക്യാപ് ഡയറക്ഷനിലാണ്, നമ്മളുടെ ഏരിയ എലമെന്റും എങ്ങോട്ടാണ്? ആർ ക്യാപ് ഡയറക്ഷനിലാണ്. സോ ഈ ഒരു ചെറിയ പാച്ചിലൂടെയുള്ള ഫ്ലക്സിനെ ഞാൻ dφ എന്ന് വിളിച്ചാൽ ഈ dφ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് എന്താണ്? E r cap ആണ്. E r cap ഡോട്ട് DA r cap. അപ്പോൾ r cap ഡോട്ട് r cap എന്ത് വരും? 1 വരും. സോ dφ എന്തായിരിക്കും? EDA ആയിരിക്കും. EDA. റൈറ്റ്. അപ്പോൾ ഈ ഒരു ചെറിയ പാച്ചിലൂടെയുള്ള dφ ഫ്ലക്സ് നമുക്ക് കിട്ടിയാൽ ടോട്ടൽ ഫ്ലക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഓരോ പാച്ചിലൂടെയുള്ള ഫ്ലക്സ് സം ചെയ്യണം അല്ലേ. അതായത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ടോട്ടൽ ഫ്ലക്സ് φ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ dφ ആണ്. റൈറ്റ്. സോ ആ ഇൻ്റഗ്രൽ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാം. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് എന്താണ്? α/r² 1 - e⁻⁻r/r r cap.
ഏരിയ എലമെന്റ് ഡി എന്താണ്? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇതാണ് നമ്മുടെ ഏരിയ എലമെന്റ്. നൗ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡി ഫൈ ആണ്. ഡി ഫൈ എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി ആണ്. ഇ ഡോട്ട് ഡി എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്? ഇ ഡി എ ആണ്. കാരണം രണ്ടും ആർ ക്യാപ് ഡയറക്ഷനാണ്, ഇതും ആർ ക്യാപ് ഡയറക്ഷനാണ്. ഓക്കെ, സോ ഇ ഡി എ വിച്ച് ഈസ് ആൽഫ ബൈ ആർ സ്ക്വയർ 1 മൈനസ് ഇ പവർ മൈനസ് ആർ ബൈ ആർ, ആർ ക്യാപ്പ് വേണ്ട, ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് നമ്മൾ ചെയ്തു, ഇൻറ്റു ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ അല്ലേ. ആർ സ്ക്വയറും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. നൗ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാ മാത്രമാണ്? റേഡിയൽ ഡിസ്റ്റൻസ് ആറിന് മാത്രം അല്ലേ. അവിടെ ആംഗിൾ ടേംസ് ഒന്നുമില്ല. സോ ഒരു ഫിക്സ്ഡ് ആർ ഡിസ്റ്റൻസിൽ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. റൈറ്റ്, എല്ലാ പോയിന്റിലും എന്തായിരിക്കും? സെയിം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതായത് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ എവിടെയാണ് ഈ ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ഫിയറിലൂടെയുള്ള, അതായത് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഈ സ്ഫിയറിലൂടെയുള്ള ഓരോ ഏരിയ എലമെന്റിലൂടെയാണ് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ സർഫസിലൊക്കെ അതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ് എത്രയാണ്? എല്ലാ പാച്ചിലും ഇതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ് എത്രയാണ്? സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ തന്നെയാണ് അല്ലേ. സോ ഇൻ്റഗ്രൽ ഡി ഫൈ ആണ് ഫൈ എന്ന് പറയുന്നത്. ആ സ്ഥലത്തൊക്കെ എന്താണ് ഈ ഇൻ്റഗ്രേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് ആർ ഈക്വൽ ടു ആറിലാണ്, ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആറിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഈ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആർ ആക്കി മാറ്റാം അല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈ എന്തായി മാറും? ഡി ഫൈ എന്തായിട്ട് മാറും? ഡി ഫൈ ഈക്വൽ ടു സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ കൊടുത്താൽ ക്യാപിറ്റൽ ആർ ബൈ ആർ -1 അല്ലേ, ഇ പവർ -1. സോ ഡി ഫൈ ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഇൻറ്റു 1 മൈനസ് ഇ പവർ -1 സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. റൈറ്റ്, നൗ നമുക്ക് ഇൻ്റഗ്രേറ്റ് എളുപ്പം. എന്തുകൊണ്ടാണ്? ഇത് മൊത്തത്തിലൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇത് ഇൻ്റഗ്രലിൻ്റെ വെളിയിൽ വരും. നേരെ മറിച്ച് നമ്മൾ ആ ആർ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഇൻ്റഗ്രേഷൻ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം അല്ലേ. സോ ഇവിടെ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഫിക്സ്ഡ് ആണ്. ഈ ഒരു സർഫസിലാണ് ഇൻ്റഗ്രേഷൻ. സോ എനിക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഫ്ലക്സ് കാണാൻ എന്ത് ചെയ്യാം? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ആൽഫ 1 മൈനസ് ഇ പവർ -1 സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, സോ വിച്ച് ഈസ്, ഞാൻ ഈ കോമൺലി ഇത് പുറത്തോട്ട് എടുക്കുകയാണ്. ആൽഫ ഇൻറ്റു 1 മൈനസ് ഇ പവർ -1 ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, നൗ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇൻ്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് സ്ഫെറിക്കൽ കോർഡിനേറ്റുള്ള തീറ്റയും ഫൈയും ആണ് അല്ലേ. തീറ്റയ്ക്കും ഫൈയും 180 ഡിഗ്രിയും 2πയും കൊടുത്താൽ നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ വരും എന്താണ്? ഇത് ശരിക്കും ഡബിൾ ഇൻ്റഗ്രൽ ആണ്. ഡി തീറ്റയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഡി ഫൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് വരെ 4π ആണ്. കാരണം നമ്മൾ ടോട്ടൽ ഒരു സ്ഫിയറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 4π ആർ സ്ക്വയർ ആണ് അല്ലേ, സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ. സോ ഇത് 4π ആണ്. നിങ്ങൾക്ക് ലിമിറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. തീറ്റ 0 to 180 റൺ ചെയ്യുക, ഡി ഫൈ 0 to 2π റൺ ചെയ്യുക, ദെൻ 4π ആണ് കിട്ടുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 മൈനസ് ഇ പവർ -1 4π അല്ലേ. ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് പഠിക്കണം? നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് നന്നായിട്ട് പഠിക്കണം അല്ലേ. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്, അതിലുള്ള ഏരിയ എലമെൻറ്റ് എങ്ങനെയാണ്, ലെങ്ത് എലമെൻറ്റ് എങ്ങനെയാണ് വോളിയം എലമെൻറ്റ്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, EMT ആയാലും ക്വാണ്ടം മെക്കാനിക്സിനായാലും. എനിവേ, സോ നമുക്കറിയാം ഇതെന്താണ്? ഇത് 4π ആണ്. റൈറ്റ്, സോ ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. സോ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടിയ എന്താണ്? ആൽഫ ഇൻറ്റു 1 മൈനസ് ഇ പവർ -1 ഇൻറ്റു 4π എന്ന് കിട്ടി അല്ലേ. നൗ നമുക്ക് എന്ത് കാണാം? ക്യൂ കാണാം. ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? സിംപ്ലി എപ്സിലോൺ നോട്ട് അങ്ങോട്ട് എടുക്കുന്നു. സോ വിച്ച് ഇംപ്ലൈസ് ക്യൂ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് അങ്ങോട്ട് എടുത്താൽ എന്ത് വരും? 4π ആൽഫ എപ്സിലോൺ നോട്ട് 1 മൈനസ് ഇ പവർ -1. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഫോർ പൈ ആൽഫ എപ്സിലോൺ നോട്ട് 1 മൈനസ് 1/e അല്ലേ. ഇ പവർ -1 എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 1/e ആണ്. സോ 4π ആൽഫ എപ്സിലോൺ നോട്ട് 1 മൈനസ് 1/e. അപ്പോൾ ഇതിൽ മേ ബി കുറച്ച് പേർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ 4π വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏരിയ എലമെൻറ്റ് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എടുത്തത്. അത് നിങ്ങൾ
മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടതാണ്. ജസ്റ്റ് അതിനൊരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എങ്കിൽ ഇതാണ് നമ്മുടെ ഏരിയ എലമെന്റ്. ഇതിൽ ഓരോ ലെങ്ത്തും ഈ പാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഓരോ ലെങ്ത്തിനും എന്തുണ്ട്? ഇതാ ഈ ലെങ്ത് എന്താണ്? ഇവിടെ ഒരു പാച്ച് നിങ്ങൾക്ക് കാണാം. ഈ പാച്ചിൽ ഈ ലെങ്ത് എന്താണ്? ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ്. ഓക്കെ, അതേപോലെ ഈ പാച്ച് എന്താണ്? ആർ ഡി തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാച്ചിൻ്റെ ഏരിയ എന്താണ്? ഡി എ എന്ന് പറയുന്നത് ഈ പാച്ചിൻ്റെ ഏരിയ ആണ്. ഈ ഏരിയ ആണ്. ഈ ഏരിയ എന്തായിരിക്കും? ഡി എ എന്തായിരിക്കും? ആർ സൈൻ തീറ്റ ഇൻറ്റു ആർ എന്ത് വരും? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇതാണ് ഞാൻ എന്ത് ചെയ്തത്? നേരത്തെ എടുത്ത ഏരിയ എലമെന്റ്. അതുപോലെ ഈ ഏരിയ എലമെന്റ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെന്നായിരിക്കും. ഇന്റഗ്രൽ ഡി എ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? ഇതിനെ ഞാൻ മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. എന്താ കിട്ടുക? ഒരു മൊത്തം സ്ഫിയറാണ് കിട്ടുക. മൊത്തം സ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഏരിയ ആണ്. ടോട്ടൽ ഏരിയ എന്താണ്? 4π r സ്ക്വയർ ആണ് അല്ലേ? 4π r സ്ക്വയർ ആണ്. ഇവിടെ നോക്കുക, ഒരു ഫിക്സ്ഡ് ആർ അല്ലേ? ഈ ആർ ഈക്വൽ ടു ആർ കൊടുത്തിട്ട് ഒരു ഫിക്സ്ഡ് ആറിൽ ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പം നോക്കിയേ, അതല്ലേ ഇത്? ഈ ആർ എന്താണ്? ക്യാപിറ്റൽ ആർ ആയി മാറും അല്ലേ? ദെൻ ആർ സ്ക്വയർ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആർ സ്ക്വയർ വെളിയിൽ വരുന്നു. ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? 4π r സ്ക്വയർ ആണ് കിട്ടുന്നത് അല്ലേ? സോ ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ എന്താ കിട്ടുക? 4π ആണ് കിട്ടുക. റൈറ്റ്, നമുക്ക് അങ്ങനെയും പറയാം. അല്ലാതെ നിങ്ങൾ ലിമിറ്റ് കൊടുത്താലും 4π തന്നെ കിട്ടും. ഓക്കെ, നൗ ജസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ വോളിയം കേസ് കൂടെ പറയാം. ദെൻ ഇതിൻ്റെ തിക്നെസ് എന്താണ്? ഇത് ഏരിയ ഡയറക്ഷൻ ആണ് അല്ലേ? റേഡിയൽ ഡയറക്ഷൻ ആണ്. സോ റേഡിയസിൻ്റെ ഡയറക്ഷനിൽ ഡി ആർ ഡിസ്റ്റൻസ് മുന്നോട്ട് പോയാൽ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ ഡി ആർ ഡിസ്റ്റൻസോടെ മുന്നോട്ട് പോയത് ഒരു വോളിയം മാറും അല്ലേ? അപ്പോൾ ഈ തിക്നെസ് എന്താണ്? ഡി ആർ ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്. അപ്പോൾ വോളിയം എലമെന്റ് എന്ത് വരും? ഡി വി ഈക്വൽ ടു എന്ത് വരും? ഓൾറെഡി ഏരിയ എലമെന്റ് അറിയാം അവിടെ, പക്ഷേ ഇത് ഫിക്സ്ഡ് ആർ ആണ്. ഇത് പക്ഷേ എന്താണ്? ആർ വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഒരു ഡി ആർ കൂടെ വരും. അതാണ് വ്യത്യാസം. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. Now നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കൺസിഡർ എ ഹോളോ ചാർജ്ഡ് ഷെൽ ഓഫ് ഇന്നർ റേഡിയസ് എ ആൻഡ് ഔട്ടർ റേഡിയസ് ബി. The volume charge density is rho of r equal to k by r square. K is a constant in the region a less than r less than b. The magnitude of the electric field produced at a distance r greater than a is എന്നാണ് ഓപ്ഷൻസ്. ഇതാണ്. ഓക്കെ, സോ എന്താ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമുക്ക് ആദ്യം നോക്കാം. ഒരു ചാർജ് ഡെൻസിറ്റി ഉണ്ട്, അത് റേഡിയലി മാറുന്നുണ്ട് അല്ലേ? ആറ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ചാർജ് ഡെൻസിറ്റി കുറഞ്ഞു വരികയാണ്. ദെൻ അവിടെ എന്തുണ്ട്? ഒരു ഹോളോ ചാർജ്ഡ് ഷെല്ലാണ്. എന്താ ഷെൽ എന്ന് പറയുന്നത്? ഷെൽ എന്ന് പറയുന്നത് എന്തല്ല? ഒരു കംപ്ലീറ്റ് സ്ഫിയർ അല്ല, പകരം എന്തായിരിക്കും? ഒരു ഷെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു തിക്നെസ് ഉള്ള സ്ഫിയർ ആണ് അല്ലേ? അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഹോളോ ആയിരിക്കും. സോ ഇങ്ങനെ ഒരു ഉള്ളിൽ ഹോളോ ആയിരിക്കും, ഒരു തിക്നെസ് ഉണ്ട്. ദെൻ അതിന് ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും തന്നിട്ടുണ്ട് അല്ലേ? ഇന്നർ റേഡിയസ് എ ആണ്, അതായത് ഈ റേഡിയസ് എന്താണ്? എ ആണ്. ഈ റേഡിയസ് എന്താണ്? ബി ആണ്. സോ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും തന്നിട്ടുണ്ട്. നമ്മളുടെ ചാർജ് ഇരിക്കുന്നത് എവിടെയാണ്? ഇതാ ഇവിടെയാണ്, ഈ ഷെല്ലിലാണ് ഇരിക്കുന്നത്. ദെൻ എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് കാണേണ്ടത് ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്? ആർ ഗ്രേറ്റർ ദാൻ എ. ആർ ഗ്രേറ്റർ ദാൻ എ എന്നൊക്കെ പറയുമ്പോൾ എവിടെയൊക്കെ പോസിബിൾ ആണ്? ആർ ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് എടുത്താൽ, അതായത് ഷെല്ലിലെ ഈ ഒരു ഫ്ലഷ് അല്ലെ, ഷെല്ലിൻ്റെ ആ ഫ്ലഷ്, ആ മീറ്റ് ഇരിക്കുന്ന ഭാഗത്ത് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെയും ആർ ഗ്രേറ്റർ ദാൻ എ ആണ്. മാത്രമല്ല ഇവിടെ വേറെ എന്ത് വരാം? ഇതിന് പുറത്തെടുത്താലും ആർ ഗ്രേറ്റർ ദാൻ എ ആണ്. സോ നമുക്ക് രണ്ട് റീജിയണൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഒന്ന് ഈ ഷെല്ലിലുള്ള മീറ്റിൽ, രണ്ട് ഇതിന് പുറത്ത് അല്ലേ? ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് റീജിയനും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. എ ലെസ് ദാൻ ആർ ലെസ് ദാൻ ബി എന്ന് പറയുന്നത് എന്താണ്? എക്കും ബിക്കും ഇടയിലാണ് ആർ, അതാണ് ഇത് അല്ലേ? എ ലെസ് ദാൻ ആർ ലെസ് ദാൻ ബി. രണ്ടാമത്തെ എന്താണ്? ആർ ഗ്രേറ്റർ ദാൻ ബി, പുറത്ത്. അപ്പോൾ ഈ രണ്ട് റീജിയണിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് കാണണം. ഓക്കെ, നമുക്ക് ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്യാം. അപ്പം നമ്മളുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എഴുതുകയാണ്. റോ ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്? കെ ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ ഞാൻ ഈ ഡയഗ്രാം ഇവിടെ ഒന്ന് വരയ്ക്കാം.
ഇതാണ് നമ്മളുടെ സ്ഫിയർ. ദെൻ ഇതിനൊരു ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഉണ്ട് അല്ലേ. ഇതിൻ്റെ ഇന്നർ റേഡിയസ് എ ആണ്, ഔട്ടർ റേഡിയസ് ബി ആണ്. ഓക്കെ, നമുക്കപ്പോൾ രണ്ട് റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഞാൻ ആദ്യം കാണുന്നത് ഇതിൻ്റെ ഈ ഒരു പോർഷനാണ്, ഇവിടെയാണ്. സോ അവിടെയുള്ള ആർ, ആ ആറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഈ ആറിലാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത്, ഈ ഡിസ്റ്റൻസിൽ. സോ ഫസ്റ്റ് കേസ് അല്ലേ, ഫസ്റ്റ് കേസ് എന്താണ്? നിങ്ങൾ CSIR എക്സാം എഴുതുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണ്ട എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഞാനിത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? ക്വിക്ക്ലി ചെയ്യുന്നു പല കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാണ്. ഫസ്റ്റ് കേസ് എന്താണ്? ആർ ലെസ് ദാൻ ബി ആണ്, പക്ഷേ ഗ്രേറ്റർ ദാൻ എ ആണ്. സോ എ ഗ്രേറ്റർ ദാൻ ആർ ലെസ് ദാൻ ബി. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഗോസ് ലോ ഉപയോഗിക്കണം. സോ ഗോസ് ലോ ഉപയോഗിച്ചാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ് അല്ലേ. എൻക്ലോസ്ഡ് ക്യൂ, എവിടെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ക്യൂ? ഞാൻ എവിടെയാണോ ഈ ഫ്ലക്സ് കാണുന്നത്, എവിടെയാണോ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ചെയ്യുന്നത്, ദെൻ ആ സർഫസിനുള്ളിൽ എൻക്ലോസ് ചെയ്ത ക്യൂ ആണ്. ഞാൻ എവിടെയാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്? റേഡിയസ് ആർ ഉള്ള ഈ റേഡിയസിൽ അല്ലേ, ഈ ഒരു സ്ഫിയറിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. സോ ആ ഒരു സ്ഫിയറിനകത്ത് എൻക്ലോസ് ചെയ്ത ചാർജാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അവിടെ എനിക്കറിയാം ഈ മിഡിൽ എന്തില്ല? ചാർജ് ഇല്ല. കാരണം എന്താ? അത് ഹോളോ ആണ്. അപ്പോൾ എവിടെ മുതൽ എവിടം വരെയാണ് ചാർജ് ഉള്ളത്? ആർ ഈക്വൽ ടു, ഇതാണ് ആർ ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ്. ആർ ഈക്വൽ ടു എ മുതൽ ആർ ഈക്വൽ ടു ആർ വരെ അല്ലേ. സോ ഈ ഒരു തിക്നെസ്സിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ ചാർജ് ഇരിക്കുന്നത്. ഞാനത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ചാർജ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ റീജിയനിലുള്ള ടോട്ടൽ ചാർജാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ക്യൂ, എൻക്ലോസ്ഡ് ക്യൂ ഞാൻ കാണാൻ പോവാണ്. എൻക്ലോസ്ഡ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ റോ ഡി ടോ ആണ്. എന്തുകൊണ്ടാണ് ഡി ടോ? ഇതാണ് നമ്മുടെ വോളിയം എലമെന്റ്, അല്ലെങ്കിൽ ഡി വി എന്ന് നമുക്ക് കൊടുക്കാം. റോ ഡി വി അല്ലേ. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തി. ഡി വി എന്തായിരുന്നു? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ. ഓക്കെ, നൗ റോ കെ ബൈ ആർ സ്ക്വയർ ആണ്. സോ ഞാനതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ കെ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ അല്ലേ. ആർ സ്ക്വയർ ക്യാൻസൽ ഓഫ് ചെയ്യുന്നു. ദെൻ കെ കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രലിൻ്റെ വെളിയിൽ വരുന്നു. കെ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ അല്ലേ. ശരിക്കും ഇതെന്താണ്? ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്. ഡി തീറ്റ ഉണ്ട്, ഡി ഫൈ ഉണ്ട്, ഡി ആർ ഉണ്ട് അല്ലേ. അതിൽ ഞാൻ ഇതിനൊന്ന് സെപ്പറേറ്റ് എഴുതുകയാണ്, ഡി ആറിനെ സെപ്പറേറ്റ് എഴുതുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് അറിയാം എന്താണ്? 4π ആണ്. ഡി ആർ എവിടെ മുതൽ എവിടെ വരെയാണ്? ഞാൻ പറഞ്ഞു ചാർജ് ഇരിക്കുന്ന റീജിയൻ എവിടെയാണ്? ആർ ഈക്വൽ ടു എ മുതൽ ആർ ഈക്വൽ ടു ആർ വരെയാണ്. സോ ആർ ഈക്വൽ ടു എ മുതൽ ആർ വരെയാണ്. ഓക്കെ, സോ ഇതെന്ത് വരും? 4π വരും. സോ കെ ഇൻറ്റു 4π ഇൻറ്റു ഡി ആർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും അല്ലേ. ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? എ മുതൽ ആർ വരെയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4πk ഇൻറ്റു ആർ മൈനസ് എ അല്ലേ. 4πk ഇൻറ്റു ആർ മൈനസ് എ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജ്, ടോട്ടൽ എൻക്ലോസ്ഡ് ചാർജ്. നൗ സോ ഈ ഭാഗം നമുക്ക് കിട്ടി അല്ലേ. നൗ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രൽ ചെയ്യണം. ഈ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇലക്ട്രിക് ഫീൽഡ് ഇ ഡോട്ട് ഡി എ ആണ്. ഡി എ നമുക്കറിയാം, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അറിയില്ല, റൈറ്റ്. പക്ഷേ എഗെയിൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ്. ഇവിടെ എനിക്ക് എന്ത് പറയാം? ഇതൊരു റേഡിയലി സിമെട്രിക് ആയ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താ അതിൻ്റെ അർത്ഥം? സെയിം ഡിസ്റ്റൻസ് ആറിൽ, ഒരു പോയിന്റ് നിന്ന് ഒരേ ഡിസ്റ്റൻസ് ഉള്ള ആറിൽ എല്ലാ പോയിന്റ് എടുത്താൽ അവിടെയൊക്കെ എന്താണ്? ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ്, അല്ലെങ്കിൽ സ്ഫെറിക്കലി സിമെട്രിക് ആണ്. സ്ഫെറിക്കലി സിമെട്രിക് ആണ് ചാർജ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സ്ഫെറിക്കലി സിമെട്രിക് ആയിരിക്കും. സോ എല്ലാ ഡി എയിലും, ഞാൻ ഈ സ്ഫിയറിലൂടെ ഈ ഇൻ്റഗ്രൽ റൺ ചെയ്യുമ്പോൾ ഏത് ഡി എ എടുത്താലും ആ ഡി എ ഒക്കെ എന്താണ്? ആ സ്ഫിയറിൽ ഒരേ ഡിസ്റ്റൻസ് ആറിലാണ്. സോ ഒരേ ഇലക്ട്രിക് ഫീൽഡാണ് ഉണ്ടാവുക. സോ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് പുറമേട്ട് എടുക്കാം അല്ലേ. സോ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി 4πk
ഇൻറ്റു ആർ മൈനസ് എ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഓക്കെ, നൗ ഇൻ്റഗ്രൽ ഡി എ. ഇൻ്റഗ്രൽ ഡി എ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ഫിയറിലൂടെയുള്ള ടോട്ടൽ ഇൻ്റഗ്രലാണ്. ടോട്ടൽ ഇൻ്റഗ്രൽ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആണ് കിട്ടുക അല്ലേ. സോ ഇ ഇൻറ്റു 4 pi r square ഈക്വൽ ടു 4 pi k ബൈ എപ്സിലോൺ നോട്ട് ആർ മൈനസ് എ. റൈറ്റ്, 4 pi കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി എന്താ നമുക്ക് കിട്ടുക? ഇ ഈക്വൽ ടു കെ ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ആർ മൈനസ് എ. ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ ഇലക്ട്രിക് ഫീൽഡ്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടാ? ഇത് നമ്മളുടെ ഇൻസൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി നമുക്ക് എന്ത് കാണണം? ഔട്ട്സൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ട ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? ഇൻസൈഡ് ദി ഷെല്ലാണ്. ഇനി നമുക്ക് ഔട്ട്സൈഡ് ദി ഷെല്ല് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രേഷൻ വീണ്ടും ചെയ്യണം അല്ലേ. നമുക്ക് വീണ്ടും ഈ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യണം. സോ അവിടെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ തന്നെയാണ്, ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് തന്നെയാണ് അല്ലേ. പക്ഷേ ഇത്തവണ എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എവിടെ മുതൽ എവിടം വരെയാണ്? നമ്മളുടെ ഇതേ ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാണ്? ബാക്കിയൊക്കെ സെയിം ആണ്. ആർ ഈക്വൽ ടു എ മുതൽ ഇത്രയും ആർ ഈക്വൽ ടു ബി വരെ മൊത്തം ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പുറത്തുള്ള സ്ഫിയറിൽ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പം നമ്മളുടെ കയ്യിൽ ഇതായിരുന്നു നമ്മളുടെ ഷെല്ല്. ആർ ഈക്വൽ ടു എ, ആർ ഈക്വൽ ടു ബി. ഇനി നമ്മൾ എടുക്കുന്നത് എവിടെയാണ്? ഏറ്റവും പുറമെയാണ് അല്ലേ. ഏറ്റവും പുറമെയാണ് നമ്മളുടെ ഗോസിയൻ സർഫസ് എടുക്കുന്നത്. സോ അതാണ് നമ്മളുടെ റേഡിയസ് ആർ. ഓക്കെ, സോ അതിനകത്ത് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഈ മൊത്തം ഷെല്ലും അതിനകത്ത് എൻക്ലോസ്ഡ് ആണ്. സോ നേരത്തെ ഇൻ്റഗ്രലിൽ ചെറിയൊരു വ്യത്യാസമേ വരും. ഞാനത് മുഴുവൻ വീണ്ടും ചെയ്യുന്നില്ല. നമുക്ക് കാണാം ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ നമ്മൾ കണ്ടു ഈ ഇൻ്റഗ്രേഷൻ ബാക്കിയൊക്കെ സെയിം ആണ്. പക്ഷേ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? എ മുതൽ ആർ വരെയല്ല, എ മുതൽ ബി വരെയാണ്. സോ എന്തായിരിക്കും നമുക്ക് ഫൈനൽ ആൻസറിൽ വരിക? 4 pi k ആർ മൈനസ് ബി അല്ലേ. അത് മാത്രമേ മാറ്റം വരും. സോ 4 pi k ആർ മൈനസ് ബി. ഇതാണ് നമ്മളുടെ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. റൈറ്റ്, നൗ സോറി ആർ മൈനസ് ബി അല്ല, എ മൈനസ് ബി അല്ലേ. ആറിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ബി വരുന്നു. ദെൻ ബി മൈനസ് എ അല്ലേ. എ മുതൽ ബി വരെയാണ്. സോ ബി മൈനസ് എ, ബി മൈനസ് എ. ഇതാണ് നമ്മുടെ ടോട്ടൽ ചാർജ്. ദെൻ ഫ്ലക്സ് എന്തായിരിക്കും? നേരത്തെ അതേ ആർഗ്യുമെന്റ്, സ്ഫെറിക്കലി സിമെട്രിക് ചാർജ് ആണ്. സോ സ്ഫെറിക്കലി സിമെട്രിക് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു സർഫസ് കോൺസ്റ്റന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് പുറമോട്ട് എടുക്കാം അല്ലേ. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എ ഈക്വൽ ടു 4 pi k ബി മൈനസ് എ. ദെൻ ഡി എ എന്താണ്? 4 pi ആർ സ്ക്വയർ ഈക്വൽ ടു 4 pi k ബി മൈനസ് എ. 4 pi ക്യാൻസൽ. ഇ ഈക്വൽ ടു കെ ബൈ ആർ സ്ക്വയർ ബി മൈനസ് എ. റൈറ്റ്, സോ നമുക്ക് രണ്ട് ആൻസേഴ്സ് ഉള്ളത്. ഒന്ന് കെ ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ആർ മൈനസ് എ. അടുത്തത് കെ ബൈ ഒരു എപ്സിലോൺ നോട്ട് കൂടെ ഉണ്ട് അല്ലേ. ഒരു എപ്സിലോൺ നോട്ട് കൂടെ ഉണ്ട്. കെ ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ബി മൈനസ് എ. സോ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. കെ ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ആർ മൈനസ് എ ഫോർ എ ലെസ് ദാൻ ആർ ലെസ് ദാൻ ബി. കെ ഇൻറ്റു ബി മൈനസ് എ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ഫോർ ആർ ഗ്രേറ്റർ ദാൻ ബി. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. റൈറ്റ്, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഗോസ് ലോയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.